ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നോഹയുടെ കാലം കഴിഞ്ഞു, പ്രളയം കഴിഞ്ഞു. ജനങ്ങൾ ശീനാർ സമഭൂമിയിൽ ഒരുമിച്ച് കൂടി. അവിടെ അവർ താമസം ആരംഭിച്ചു. പക്ഷെ സാവകാശം അവരുടെ ഉള്ളിൽ ഒരു ചിന്ത പൊങ്ങി വന്നു. ഇനിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ എന്തു ചെയ്യും? ഇനിയും ദൈവം ക്രൂരത പ്രവർത്തിച്ചാൽ എന്തു ചെയ്യും? അവർ ചിന്തിച്ചൊരു ചോദ്യമാണത്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികളിലെ വെള്ളപ്പൊക്കം ഒരുപക്ഷെ അവരെ പിന്നെയും ഭീതിപ്പെടുത്തിയിരിക്കാം. പക്ഷെ അവർക്കൊരു അബദ്ധം പറ്റി, അല്ലെങ്കിൽ രണ്ടബദ്ധം പറ്റി. ഒന്ന്, ഇനി വെള്ളം കൊണ്ട് നശിപ്പിക്കുകയില്ല എന്ന് പറയുന്ന ദൈവത്തിന്റെ വാഗ്ദാനം അവർ മറന്നുപോയി. രണ്ട്, ദൈവത്തോട് മത്സരിക്കാൻ അവർക്കാവില്ല എന്നൊരു കാര്യം അവർ മറന്നുപോയി. ഇനി വേറൊന്ന് അവർ ചെയ്തത്, നമുക്ക് ആകാശത്തോളം എത്തുന്നൊരു ഗോപുരം പണിയാം, നമുക്കൊരു പേരുമുണ്ടാക്കാം. അവിടെ നമ്മൾ അറിയുന്നു വലിയൊരു വ്യത്യാസം സംഭവിച്ചത്. ഇതുവരെ അവർ ദൈവത്തിന്റെ ജനമായിരുന്നു, നോഹയുടെ പിൻഗാമികളായിരുന്നു. ദൈവത്തിന്റെ ജനമെന്നൊരു ഐഡന്റിറ്റി വിട്ട്, ഒരസ്തിത്വം വിട്ട്, തികച്ചും വ്യത്യസ്തമായ അവരുടെ കരുത്തിലൂന്നിയ, ബുദ്ധിയുടെയോ ശരീരത്തിൻ്റെയോ കായബലത്തിൻ്റെയോ കരുത്തിലൂന്നിയ പുതിയൊരു പേരുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അവർ ചെയ്യുന്നത്. അവർ പണിയാൻ ആരംഭിച്ചു, വലിയ ഗോപുരം പണിയാൻ ആരംഭിച്ചു. അപ്പൊ നമുക്കൊരു സംശയം തോന്നും, ദൈവം ഇറങ്ങി വന്നു. എന്തിന് ദൈവം മനുഷ്യനെ ഭയപ്പെടണം? മനുഷ്യൻ എന്ത് ചെയ്യാൻ കഴിയും? ഇവിടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ദൈവം മനുഷ്യനെ ഭയപ്പെട്ടു എന്ന്. ദൈവം മനുഷ്യനെ ഭയപ്പെട്ടിട്ടല്ലത്. മനുഷ്യവംശം അഭിമുഖീകരിക്കാൻ പോകുന്ന വൻ ആപത്തിനെ പറ്റിയാണ് ദൈവം ഭയപ്പെട്ടത്. എന്താണ്? ഇപ്പോൾ അവർ പറയുന്നു, നമുക്കൊരു പേരുണ്ടാക്കാം. നാളെ അതിലെ ഓരോ വിഭാഗക്കാരും ചിന്തിക്കും, തെക്കുള്ളവരും വടക്കുള്ളവരും കിഴക്കുള്ളവരും പടിഞ്ഞാറും ചിന്തിക്കും, നമുക്കോരോ പേരുണ്ടാക്കാം. പിന്നെ അതിലെ ഓരോ കുടുംബക്കാരും വിചാരിക്കും, നമുക്കോരോ പേരുണ്ടാക്കാം. പിന്നെ ഓരോ ചെറിയ കുലവും വിചാരിക്കും. അവസാനം കടുത്ത സംഘർഷത്തിലും അസമാധാനത്തിലും കലഹത്തിലും നാശത്തിലും ചെന്നെത്തും. അത് ഒരിക്കലും ദൈവത്തിന് ഇഷ്ടമായിരുന്നില്ല. പിന്നെ ദൈവത്തിന് വേറൊരു കാര്യം കൂടെയുണ്ട്. ഈ ഇത്തിരി പോകുന്ന ആ ശീനാർ സമഭൂമിയിൽ തന്നെ അല്ല മനുഷ്യവംശം വസിക്കേണ്ടത്. ഈ ചെറിയൊരു പ്രദേശത്തല്ല മനുഷ്യ സംസ്കാരം വികസിക്കേണ്ടത്. ദൈവം എന്ത് ചെയ്തു? അവർ നശിക്കാതിരിക്കാൻ, അത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. ലോകത്തെല്ലായിടത്തും എത്തി ദൈവത്തെ അറിയുന്ന ജാതിയായി ഭൂമി മുഴുവനും നിറയണമെന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. മനുഷ്യവംശത്തെ മനോഹരമാക്കുന്ന സംസ്കാരങ്ങൾ ലോകത്തെല്ലായിടത്തും നിറയണമെന്ന് ദൈവത്തിന്റെ ആഗ്രഹമാണ്. ദൈവം അവരുടെ ഭാഷ കലക്കിക്കളഞ്ഞു. പരസ്പരം മനസ്സിലാകുന്നില്ല, അവർക്ക് പണി നടക്കുന്നില്ല, കലഹിച്ചു. അവർ ലോകത്തിന്റെ പല ഭാഗത്തേക്ക് ചിതറിപ്പോയി. ഓരോ ഭാഷ സംസാരിക്കുന്നവരും ഓരോ ദേശത്തെത്തി. ദൈവത്തിന്റെ ആ പ്രവൃത്തിയുടെ ഫലം അനുഗ്രഹകരമായിരുന്നു. അനേകായിരം ഭാഷകൾ ലോകത്തുണ്ടായി. ഓരോ ഭാഷയിലും സാഹിത്യങ്ങളും മറ്റു സൃഷ്ടികളും ഉണ്ടായി. ഓരോ കാലാവസ്ഥയിലും അതിന് യോജിച്ച ജീവിത രീതികളും സൗകര്യങ്ങളും സംസ്കാരങ്ങളും ഉണ്ടായി. എല്ലായിടത്തും ദൈവം അവരോടുകൂടെ ഇരുന്നു. ലോകം മുഴുവനും ദൈവത്തെ അറിയുന്ന മനുഷ്യ സംസ്കാരം വളർന്നു. ദൈവം ഭാഷ കളക്കി കളഞ്ഞത് ലോകത്തെ നശിപ്പിക്കാനല്ല, മനുഷ്യരെ ഭയന്നിട്ടല്ല, മനുഷ്യന്റെ നാശം ഭയന്നിട്ടാണ്. അവർ ലോകം എല്ലാം നിറഞ്ഞ് ദൈവമക്കളായി ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നതിനാണ്. ദൈവത്തെ നാം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.